FCRA നിയമ ഭേദഗതി ബില്ല് ഉടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും. അതേസമയം മണ്ഡല പുനർനിർണയ ബില്ലിനായി പാർലമെന്റ് സമ്മേളനം നീട്ടില്ല എന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലിനോട് പ്രതിപക്ഷം സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെയാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട്, അത് പാസാക്കാൻ ഉള്ളൊരു സഹകരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നും ശക്തമായൊരു പ്രതിഷേധം തന്നെ പ്രതീക്ഷിക്കണ്ടേ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി ഇന്നും പാർലമെന്റിനകത്തും ഒപ്പം പാർലമെന്റ് വളപ്പിലും പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിപക്ഷ മുന്നണി യോഗത്തിലും അത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം നിർണായകമായ ബില്ലുകൾ കൂടി പാർലമെന്റിൽ വരുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബില്ല് രാജ്യസഭ പാസാക്കിയിരുന്നു. ആ ബില്ല് കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസം മുമ്പ് ലോക്സഭ പാസാക്കിയിരുന്നു. ഇനി സർക്കാരിന് മുൻപിലുള്ള ഏറ്റവും നിർണായകമായ ഒരു ബില്ല് FCRA നിയമ ഭേദഗതി ബില്ലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കർശനമാക്കുന്ന ബില്ല്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ആ ബില്ല് സഭയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് അത് പാസ്സാക്കാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോയിരുന്നില്ല. നിലവിൽ വലിയ ചർച്ചയിലേക്ക് രാജ്യം ഈ ബില്ലുമായി ബന്ധപ്പെട്ട പോയിരുന്നു. ചില വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ ബില്ല് വീണ്ടും പാർലമെന്റിൽ എത്തിച്ച് പാസ്സാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ഈ സമ്മേളന കാലയളവിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നു. ആ ചർച്ചകൾക്ക്, ബില്ലിന്മേലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ആ ചർച്ചകൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും മറുപടി നൽകുക. ഒപ്പം മറ്റൊരു നിർണായകമായ ബില്ലെന്നുള്ളത് വനിതാ സംവരണവും മണ്ഡല പുനർനിർണയം ഒരുമിച്ച് വരുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതിന് പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണം കേന്ദ്ര സർക്കാരിന്റെ നിലവിൽ ബില്ല് പാസ്സാക്കുന്നതിന് ആവശ്യമുണ്ട്. കാരണം 3-2 ഭൂരിപക്ഷം ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കുന്നതിന് അനിവാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇന്നലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയിരുന്നു. പക്ഷേ മണ്ഡല പുനർനിർണയ ബില്ലിന്മേൽ നിലവിൽ സഹകരിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് പ്രതിപക്ഷം. ഇതോടുകൂടി ഈ പാർലമെന്റ് സമ്മേളനം നീട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമ്മേളനം ഈ മാസം 16 മുതൽ ചേർന്നുകൊണ്ട് മണ്ഡല പുനർനിർണയം, വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാനായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. അത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു പ്രതികരണമാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ 3-2 ഭൂരിപക്ഷം ലഭിക്കും എന്നൊരു ഉറപ്പ് സർക്കാരിന് ലഭിച്ചാൽ മാത്രമായിരിക്കും അത്തരത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും വ്യക്തമാക്കുക. ഒപ്പം അതിൽ സർക്കാരിന് പിന്തുണ ഈ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന്, അല്ലെങ്കിൽ മുൻപ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന കക്ഷികളിൽ നിന്ന് കൂടി ലഭിക്കുകയാണ്. നിലവിൽ DMK NDAക്ക് അനുകൂലമായി അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കും എന്ന പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തമിഴ്നാടിന് ദോഷകരമല്ലാത്ത തീരുമാനങ്ങളാണെങ്കിൽ, ഭേദഗതികളോടുകൂടി ബില്ലുകൾ അവതരിപ്പിക്കുകയാണെങ്കിൽ BJPക്കൊപ്പം NDAക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് പാർലമെന്റിൽ എടുക്കും എന്നാണ് DMKയുടെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, കോൺഗ്രസിനൊപ്പം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നിരുന്ന പാർട്ടിയാണ് തമിഴ്നാട്ടിൽ DMK. പക്ഷേ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം TVKക്ക് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് ഒപ്പം നിന്നതോടുകൂടിയാണ് DMK ആ സഖ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും പാർലമെന്റിൽ തന്നെ പ്രത്യേക ഇരിപ്പിടം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകി സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തത്. ആ DMK ഇപ്പോൾ NDAയോട് കൂടുതൽ അടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു.